ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയിയെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. മണ്ഡലത്തിലെ 3 കേന്ദ്രങ്ങളിലാണ് പ്രകാശ് കാരാട്ട് സംസാരിച്ചത്. പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം വർദ്ധിപ്പിച്ചാൽ മാത്രമേ BJPയെ താഴെയിറക്കാൻ കഴിയൂവെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കല്ലറ, കരകുളം, ആര്യനാട് എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു മുതിർന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. 3 കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് കാരാട്ടിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത്. മോദി സർക്കാർ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ നടത്തുന്ന നീക്കങ്ങൾ എണ്ണിപ്പറഞ്ഞും BJPയുടെ B ടീമായി മാറിയ കോൺഗ്രസിന്റെ അപജയം തുറന്നുകാട്ടിയുമായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ ഓരോ കേന്ദ്രങ്ങളിലെയും പ്രസംഗം. RSS കോർപ്പറേറ്റ് സഖ്യ സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. The workers, the peasants, the agricultural workers, the working people who are Hindus. Their idea of Hindu Rashtra is to benefit the big capitalists and the big corporates who are Hindus. So therefore you find that the real character of the Modi government is that it is an alliance between the RSS, the Hindutva forces and the big corporates of our country. മോദി സർക്കാർ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഇരയാണ് കേരളം. എന്നാൽ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ 18 UDF MPമാരും തയ്യാറായില്ലെന്നും പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. Kerala has been one of the biggest victims of this discriminatory policies of the centre. The main opposition party at the national level, the Congress party, has failed to ideologically and politically fight the BJP. You will find that the Congress party is speaking the same language as the BJP. BJPയുടെ അതേ ഭാഷയിലാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. മോദി ഭരണം അവസാനിപ്പിക്കാൻ പാർലമെന്റിലെ ഇടതുപക്ഷാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രകാശ് കാരാട്ട് ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.